സകലത്തെയും തൻ്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കുകയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുകയും ചെയ്യുന്നവനായ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് മഹത്വവും പുകഴ്ചയും സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് തന്നെത്താൻ മറുവിലയായി കൊടുത്ത് അടിമത്വത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങിയ, നമ്മെ തേജസ്സിലേക്ക് നടത്തുവാൻ നമ്മുടെ നായകനായി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്ന ദൈവത്തിൻ്റെ പുത്രൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം, ആദരവ്, വന്ദനം എല്ലാവർക്കും അറിയിക്കുന്നു. ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ വന്നേരുവാൻ ദൈവം സഹായിച്ചല്ലോ. വളരെ പ്രതീക്ഷകളോടെ ആരംഭിച്ച 2026 2 മാസങ്ങൾ നമ്മെ വിട്ടുപോയി. 3-ാം മാസത്തിൻ്റെ 2-ാം നാളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വരവിന് താമസമായാൽ ഈ മാസം മുഴുവനും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ ചെയ്യട്ടെ. നമ്മൾ വീണ്ടും എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽക്കുള്ള വാക്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. 5 തൊട്ട് 8 വരെ നമുക്കൊന്നും കൂടെ വായിക്കാമല്ലോ. ഹീബ്രൂസ് 2:5-8. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സ്തോത്രം. എന്നാൽ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്, അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്തത് എന്ന് നാം കാണുന്നു. സ്തോത്രം. നാം ഈ 5-ാമത്തെ വാക്യം ശനിയാഴ്ച പഠിക്കുകയായിരുന്നു. മലയാളത്തിൽ അവിടെ കാണാൻ കഴിയാത്ത ഒരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. ഫോർ എന്നാണ് അത് തുടങ്ങുന്നത്. വേദചിന്തകർക്ക് ആ ഫോർ എന്നാൽ എന്നോ, എന്തുകൊണ്ടെന്നാൽ എന്നോ, ബിക്കോസ് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഫോർ എന്ന പദത്തിൽ നിന്നുമാണ് അത് അവിടെ തുടങ്ങുന്നത്. സ്തോത്രം. ഗർ, GAR. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വേദപണ്ഡിതാക്കൾ വളരെയധികം ചിന്തിക്കാറും അഭിപ്രായങ്ങൾ പറയാറും ഒക്കെ ഉണ്ട്, പറഞ്ഞിട്ടും എഴുതിയിട്ടും ഒക്കെ ഉണ്ട്. A for is a term of explanation. A term of explanation. ഒരു വിശദീകരണത്തിന് ഉള്ള വാക്കാണ്, പദമാണത് ഫോർ. എന്നാൽ എന്നൊക്കെ നമ്മൾ ഒരു കാര്യം പറയാൻ തുടങ്ങുന്ന ഒരു വിശദീകരണം കൊടുക്കുവാൻ വേണ്ടി കേൾവിക്കാർക്ക് അല്ലെങ്കിൽ വായനക്കാർക്ക് അതൊരു വിശദീകരണമാണ്. മുൻ പറഞ്ഞ കാര്യങ്ങളോട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ കോർത്തിണക്കുന്ന ഒരു പദം എന്ന നിലയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നാമവാക്യത്തിൽ കാണുന്നു അവൻ, അല്ലേ? ബാക്കി പദങ്ങളൊക്കെ നമ്മൾ ശനിയാഴ്ച പഠിച്ചിരുന്നു. അവൻ, അവൻ, ഹി,
ആരാണ് അവിടെ പറയുന്ന ഹി അല്ലെങ്കിൽ അവൻ? 5-ാം വാക്യത്തിലെ അവൻ ആരാണെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തെക്കുറിച്ചാ, പിതാവിനെ കുറിച്ചാ പറയുന്നത്. ദൈവം. അപ്പോ പിതാവായ ദൈവം നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ല കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെയാണ് കാണാൻ സാധിക്കുക. നാം എന്നത് നമ്മൾ ശനിയാഴ്ച കണ്ടു. യഹൂദന്മാർ എന്ന നിലയിലും പുതിയ നിയമ ദൈവസഭ എന്ന നിലയിലും ആ നാം എന്നതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. പൊതുവായി പറഞ്ഞാൽ ദൈവമക്കൾ, കുറെ കൂടെ പൊതുവായിട്ട് പറഞ്ഞാൽ മനുഷ്യർ. മനുഷ്യരെ പൊതുവായി പറയുന്നതിനേക്കാൾ ദൈവമക്കളെ പൊതുവായി പറയുന്നു എന്നുള്ളതാണ് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത്. കാരണം പൊതുവായി മനുഷ്യർ അങ്ങനെ ഒരു ഭാവി ലോകത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല. നമുക്കറിയാം, അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട കാര്യമാണ്. നാല് മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ സുപ്രീമസി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നാം കാണുന്നു. ഹിസ് പ്രോഫറ്റിക്, കോസ്മിക്, ലെവിറ്റിക്കൽ ആൻഡ് ഏഞ്ചലിക് സുപ്രീമസി. So chapter 1, 4 following stresses on Jesus supremacy, prophetical supremacy, cosmic supremacy, Levitical supremacy, and angelic supremacy. പ്രവാചകന്മാരെക്കാൾ ക്രിസ്തു വലിയവനാണ്. സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെക്കാൾ അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. ലേവ്യ പൗരോഹിത്യത്തെക്കാൾ, ദൂതന്മാരെക്കാൾ ക്രിസ്തു അതിശ്രേഷ്ഠൻ, ഉന്നതൻ, മഹോന്നതൻ. ആ കാര്യമാണ് 1-ാം അധ്യായത്തിൽ പറഞ്ഞത്. പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. Christian preachers are supposed to comfort the afflicted and afflict the comforted. പൊതുവെ പ്രസംഗകരെ കുറിച്ച് അല്ലെങ്കിൽ പ്രസംഗകരോട് പറയുന്ന ഒരു കാര്യമാണത്. Christian preachers are supposed to comfort the afflicted and afflict the comforted. ഒരേ സന്ദേശം, ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്നത് വളരെ ദുഃഖിതരായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും അങ്ങനെ ആശ്വാസത്തിലിരിക്കുന്നവരെ ഒന്ന് അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നതായിരിക്കണം. അസ്വസ്ഥരെ തിരുവചന സന്ദേശങ്ങൾ സ്വസ്ഥരാക്കുമ്പോൾ സ്വൈര്യമായിരിക്കുന്നവരെ അസ്വസ്ഥരാക്കുക കൂടെ വേണം. 1-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് പറഞ്ഞ് യേശുക്രിസ്തുവിൽ അസ്വസ്ഥരായിരുന്നവരെ സ്വസ്ഥതപ്പെടുത്തുകയാണ്.
യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രം നമുക്ക് മതിയാകുമോ? യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുമോ? രക്ഷിക്കപ്പെടുവാൻ കഴിയുമോ? എന്നൊക്കെയുള്ള ആശങ്കകളിലൂടെ പോയവരെ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ ആശ്വസിപ്പിക്കുന്നു. മതി മതി, യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നു. ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാലും യേശു ക്രിസ്തുവിന്റെ പര്യാപ്തത വെളിപ്പെടുത്തിക്കൊണ്ട്, യേശു ക്രിസ്തുവിന്റെ കഴിവ്, യേശു ക്രിസ്തുവിന് സാധിക്കുന്നത് വെളിപ്പെടുത്തിക്കൊണ്ട് അവിടെ അപ്പോസ്തലൻ ഈ അസ്വസ്ഥരായവരെ ആശ്വസിപ്പിക്കുകയാണ്. മതി, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം മതി. ക്രിസ്തു പര്യാപ്തനാണ്, ക്രിസ്തു യോഗ്യനാണ്. ഹീസ് എഫിഷ്യന്റ് ആൻഡ് ഹീ ഈസ് സഫീഷ്യന്റ്. ഹീ ഈസ് വർതി. അവൻ യോഗ്യനാണ്, രക്ഷിപ്പാൻ യോഗ്യനാണ്. സ്തോത്രം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൽ വിചലിതമായ മനസ്സുള്ളവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് 2:1-4 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, സ്വസ്ഥമായി ഇങ്ങനെ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നവരെ എടുത്തു പിടിച്ചു കുലുക്കി ഭയങ്കര ഒരു താക്കീത് അങ്ങോട്ട് കൊടുത്തു. നിങ്ങൾ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും തെറ്റിയൊഴിയുവാൻ സാധ്യതയില്ല. ഭീഷണിപ്പെടുത്തുക. അങ്ങനത്തെ ഒരു ഭീഷണിയല്ല. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഈ പറയുന്നതും നിർബന്ധിത മതപരിവർത്തനത്തിന് തെളിവ. പേടിപ്പിച്ചു, പ്രത്യേകിച്ച് FIR അല്ലെങ്കിൽ ഈവൻ അഫിഡവിറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും അതിനകത്ത് അവസാനം ഒരു വാചകമുണ്ട്: ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ അല്ല എന്ന ഒരു വാചകമാണ്. ഇങ്ങനെ നാം പ്രസംഗിച്ചാൽ അത് ഭീഷണിപ്പെടുത്തലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇപ്പോഴത്തെ മതപരിവർത്തന നിയമങ്ങളിൽ പറയുന്നത്. പക്ഷേ അവിടെ പത്രോസും യോഹന്നാനും യഹൂദ മത മേധാവികളോട് പറഞ്ഞ കാര്യമേ നമുക്ക് പറയാനുള്ളൂ. ഇങ്ങനെ പ്രസംഗിക്കുന്നത് നിയമലംഘനമാണ് എന്ന് വന്നാൽ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നതാണ് ഏറെ ഉചിതം എന്ന തീരുമാനത്തിലെത്തുകയേ നമുക്ക് പറ്റൂ. അതുകൊണ്ടാണ് ഞാനിത് പരസ്യമായിട്ട് തന്നെ പറയുന്നത്. സ്തോത്രം. പല സ്ഥലങ്ങളിലും പല വിഷയങ്ങളും സുവിശേഷീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളപ്പോൾ നമ്മുടെ പല ദൈവദാസന്മാരും ഇനിയിൽ ആരോടും സുവിശേഷം പറയത്തില്ല എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കേസിൽ നിന്ന് ഊരിപ്പോകാൻ വേണ്ടി. ഞാൻ കണ്ടിട്ടില്ല എഴുതി കൊടുത്തതൊന്നും. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് അങ്ങനൊരു സാഹചര്യം വന്നാൽ ഞാൻ എഴുതി കൊടുക്കുമോ? അവിടെ ഇതേ ചോദ്യമാണ് വരുന്നത്. ഇത് മാനുഷിക കൽപ്പന, മറ്റേത് ദൈവത്തിൻ്റെ കൽപ്പന. ഇതിലേതിനാണ് നമ്മൾ വിധേയപ്പെടുക? കർത്താവിൻ്റെ കൽപ്പനയോട് വിധേയപ്പെട്ടാൽ ഇവിടെ പീഡകൾ, ജയിലറ, ജാമ്യമില്ലായ്മ ഒക്കെ ലഭിച്ചേക്കാം. ചിലപ്പോൾ കൂടെ നിൽക്കുന്നവരും കൂടെ നമ്മളെ കൈവിട്ടു എന്നും വന്നേക്കാം. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ 2-ാം അധ്യായം 1-4 വരെ സ്വസ്ഥമായിരുന്ന ജനതയെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. 2
ഭീഷണികളുടെ സാധ്യതകൾ മുൻപിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്, ഒഴുക്കിൽപ്പെടാൻ സാധ്യതയുണ്ട്, കാലിടറാൻ സാധ്യതയുണ്ട്, നിലനിൽപ്പ് അപകടത്തിലാകുവാൻ ഇടയുണ്ട്. അങ്ങനെയായാൽ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങൾ തെറ്റി ഒഴിയുകയുമില്ല. അപ്പോൾ അതുവരെ സ്വസ്ഥത അനുഭവിച്ച് ഇങ്ങനെ ഇരുന്നവർ ഇവിടെ വന്നപ്പോൾ ഒന്ന് ഇളകി. അവരെ അങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നില്ല. 5-ാം വാക്യം തൊട്ട് അപ്പോസ്തലൻ വീണ്ടും അവരെ സമാശ്വസിപ്പിക്കുകയാണ്. സ്തോത്രം. 2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്കുള്ള സാധ്യതയും, 2 അതിനുവേണ്ടി ക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ളത്. അതാണ് നാം ഈ ഭാഗങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജഡമെടുത്ത് ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായ യേശുവിനെ 1-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ അതിശ്രേഷ്ഠനായി മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. സ്തോത്രം. ഈ ഒരു പശ്ചാത്തലം മനസ്സിലായല്ലോ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞതിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയോ? അതോ എങ്ങും എത്തുമ്പോഴേയും കിട്ടാത്തൊരു സ്ഥിതിയാണോ? സ്തോത്രം. മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. That means a Christian preacher is supposed to comfort the uncomforted and also disturb the comforted. These Hebrew Christians were disturbed because of their faith in Christ and their confusion whether or not they are safe eternally by believing in Jesus and Jesus alone. They were very much disturbed when they were persecuted because of Christ's sake. And they were in confusion. Okay, we are undergoing suffering because of Jesus Christ and don't know whether this will be worth enough. That even after having persecuted for the sake of this new faith, we will be saved or not. They were very much disturbed mentally, physically, financially, socially. But the apostle was comforting them in chapter 1 by describing the superiority of Jesus Christ above the prophets to the angels. But in chapter 2, 1-4, the comforted are now disturbed by being threatened with 2 possibilities. One possibility of drifting away from Christ, and therefore the possibility of not escaping the condemnation, the wrath of God. But the apostle continues again comforting the disturbed from chapter 2 verses 5 following by describing what is awaited for man and how Christ is still superior to the angels even after being born a little lower than the angels. Now got it? ഇപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. റൈറ്റ്. മറ്റൊരു പശ്ചാത്തലം കൂടെ ഇവിടെയുണ്ട്. ആ പശ്ചാത്തലം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവർ വളരെ
പീഡകൾ അനുഭവിച്ച ഒരു ക്രൈസ്തവ സമൂഹമാണ്. ഈ യഹൂദ ക്രിസ്ത്യാനികൾ പീഡകൾ അനുഭവിച്ച ഒരു ക്രൈസ്തവ സമൂഹമാണ്. These Hebrew Christians were persecuted. From two sides, from the Jewish side and from the Roman side. യഹൂദന്മാരിൽ നിന്നും റോമാക്കാരിൽ നിന്നും ഉള്ള പീഡകൾ ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണിവർ. They were undergoing persecution. This was the time when Roman or political persecutions began against them. ക്രൈസ്തവർക്കെതിരെ റോമൻ പീഡകൾ, രാഷ്ട്രീയ പീഡകൾ ആരംഭിച്ച mid-60s അല്ലെങ്കിൽ 60s, AD 60s, AD 60-കൾ, നീറോയുടെ കാലഘട്ടം, ക്രൈസ്തവ സഭ രാഷ്ട്രീയമായി അഥവാ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പീഡകൾ ഏറ്റുവാങ്ങുന്ന സമയം, ക്രിസ്തീയ സഭയെ നിയമവിരുദ്ധമായ മതമായി പ്രഖ്യാപിക്കുന്ന സമയം. അതുകൊണ്ട് പട്ടാളം, റോമ ഗവൺമെന്റ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സമയം. അപ്പൊ ഈ രണ്ട് തരത്തിലുമുള്ള പീഡകളിലൂടെ കടന്നു പോകുന്ന സഭയാണിത്. യഹൂദന്മാരിൽ നിന്നും ഒപ്പം ജാതികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാഗത്തു നിന്നും. They were facing excommunication from the Jewish society. പള്ളിഭ്രഷ്ടരാക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ, യഹൂദന്മാർ അവരെ പള്ളിഭ്രഷ്ടന്മാരാക്കും. അത് ഭയന്ന് പലരും യേശുവിൽ വിശ്വസിച്ചില്ലെന്ന് നാം സുവിശേഷ ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇന്നും പലരും യേശുക്രിസ്തുവിനെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിലും പരസ്യമായിട്ട് യേശുക്രിസ്തുവിനെ ഏറ്റുപറയാത്തത് ഈ പള്ളിഭ്രഷ്ട ഭയന്നിട്ടാണ്. പള്ളിഭ്രഷ്ടം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളെ മാത്രമെന്ന് കരുതരുത്, അവരവരുടെ സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെടും എന്ന ഭയം, അവരുടെ സമൂഹം അവരെ ഉപേക്ഷിക്കും എന്ന ഭയം. അത് കേരളത്തിൽ ഒരല്പം കുറവാണ്. കാരണം കേരളത്തിൽ മറ്റ് ഇടങ്ങളിലെ പോലെ, വടക്കേന്ത്യയിലുള്ളതുപോലെയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതിയില്ല. അത് പ്രത്യേകിച്ച് അല്പം കേരളത്തിൽ കൂടുതലുള്ളത് മുസ്ലിങ്ങൾക്കിടയിലാണ്. അവർ ഒരുമിച്ച് പലയിടത്തും കോളനികളായിട്ടാണ് താമസിക്കുന്നത്. അവർക്ക് തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. അത്രയും ഒരു സാമൂഹിക വ്യവസ്ഥിതി കേരളത്തിൽ മറ്റ് സമൂഹങ്ങൾക്കിടയിൽ ശക്തമല്ല. അതുകൊണ്ട് കേരളത്തിൽ ഒരാൾക്ക് പുതുതായിട്ട് രക്ഷിക്കപ്പെട്ടു വരുവാൻ വലിയ ഭീഷണിയില്ല. എന്നാൽ വടക്കേന്ത്യയിൽ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ. ഇനിയും പട്ടണങ്ങളിൽ, നഗരങ്ങളിലായാൽ പോലും നഗരങ്ങളിൽ പാർക്കുന്നവര് അധികവും ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ്, ഗ്രാമങ്ങളിൽ വേരുകളുള്ളവരാണ്. ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഒരു സമൂഹമായിട്ട് ഒരുമിച്ചുള്ള വലിയ ബന്ധങ്ങളാണ്. അതിനിടയിൽ നിന്നൊരാൾ മാറി ഒറ്റപ്പെട്ട് നിൽക്കുക എന്നത് ഭയങ്കര വെല്ലുവിളി തന്നെയാണ്. അത് ഭയന്ന് പലരും ഹൃദയം കൊണ്ട് കർത്താവിൽ, യേശുവിൽ വിശ്വസിക്കുമെങ്കിലും അവര് സമൂഹത്തെ ഭയന്ന് പുറത്തു വരില്ല. വലിയ ദൈവിക ഇടപെടലൊക്കെ ഉണ്ടെങ്കിലേ അത് സാധ്യമാകും. ഇവിടെ യഹൂദന്മാർ അതുപോലെയുള്ള ഒരു സമൂഹമായിരുന്നു.
അവർക്കിടയിൽ നിന്ന് ഒരാൾ മറ്റൊരു വിശ്വാസത്തിലേക്ക് പോയാൽ അവരെ പുറന്തള്ളുക, പള്ളിഭ്രഷ്ടരാക്കുക, ഒറ്റപ്പെടുത്തുമ്പോൾ അവരുടെ സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടേക്കാം, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും, അവർക്ക് സമൂഹത്തിൽ സ്ഥാനമില്ല, ആരും പിന്നെ അവരോട് സഹകരിക്കത്തില്ല, അവരുടെ ആവശ്യങ്ങളിൽ ആരും കൂടത്തില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുട്ടികളിന് ഒരുപക്ഷെ ഓർമ്മ കാണുമായിരിക്കും, ഞങ്ങൾ അവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞങ്ങൾ ആയിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 110 കിലോമീറ്റർ ദൂരെ ഒരു ഗ്രാമത്തിൽ ഒരു പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നിന്നും 15 കിലോമീറ്റർ കൂടെ ഉള്ളിലേക്ക് അവിടെ ഞങ്ങളാക്കി വെച്ച ഒരു കർത്താവിൻ്റെ ദാസൻ പ്രവർത്തിച്ചു. അവിടെ ഒരു കുടുംബത്തിൽ നിന്ന് 3-4 പേർ ആദ്യമായിട്ട് ആ പ്രദേശത്തെ പ്രവർത്തനത്തിൻ്റെ ആദ്യ ഫലമായി സ്നാനപ്പെട്ടു. ഒരു ഉൾഗ്രാമമാണ്. സ്നാനം കഴിഞ്ഞ് അധിക നാളാകും മുമ്പ് ആ കുടുംബനാഥൻ മരിച്ചു. ഒരു ഞായറാഴ്ചയാണ്. അവിടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ രാവിലെ സഭായോഗം നേരത്തെ നിർത്തിയിട്ട് ഒരു ജീപ്പ് എടുത്ത് ഞങ്ങൾ ചില സഹോദരന്മാരും ഒരു ജീപ്പിൽ പോകാൻ പറ്റുന്ന സഹോദരന്മാരും സഹോദരിമാരും കൂടെ അവിടെ ചെന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഉച്ച കഴിഞ്ഞു. രാവിലെ മരിച്ചതാ. വടക്കേന്ത്യയിലെ രീതി അനുസരിച്ച് ഒരാൾ മരിക്കുകയാണെങ്കിൽ മോൻ കടയിൽ പോയിരിക്കുകയാണെങ്കിലും ചിലപ്പോൾ കടയിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് അപ്പൻ്റെ ശവം എടുത്തിരിക്കും. കാരണം അധികം നേരം വെച്ചുകൊണ്ടിരിക്കത്തില്ല. ശവം അവിടെ ഉള്ളിടത്തോളം സമയം ആ ഗ്രാമത്തിൽ ആരും വെള്ളം കുടിക്കത്തില്ല. അതുകൊണ്ട് ആരുടെയും വെള്ളം കൂടി മുട്ടിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ശവം അവിടുന്ന് കൊണ്ടുപോകും. ആര് വന്നാലും വന്നില്ലെങ്കിലും മരിച്ചു എന്നുറപ്പായാൽ പിന്നെ മഞ്ചം കെട്ടുന്ന താമസമേ ഉള്ളൂ. മഞ്ചം കെട്ടുക എന്ന് പറഞ്ഞാൽ 2 മുളക്കഷണം എടുത്ത് ഏണി പോലെ ഉണ്ടാക്കി, ഏണി നമ്മൾ കുത്തി നിർത്തും, മറ്റേത് ചരിച്ചിടും. കുറച്ച് കച്ചിയോ തുണിയോ എന്തെങ്കിലും ഇട്ട് ബോഡി ആ നേരെ വെച്ചേക്കുന്ന ആ ഏണിയിൽ വെച്ച് കെട്ടി എടുത്തുകൊണ്ട് പോവുക. പക്ഷേ ഇവർ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് വെളുപ്പിനെ മരിച്ച ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് പോലും ആ ഗ്രാമത്തിലെ ആരും വന്നിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് അവിടെ എത്തുന്നതുവരെ ആ ബോഡി അങ്ങനെ അവിടെ കിടക്കുക. ഗ്രാമക്കാരൊക്കെ കൂടെ പ്രശ്നം, എടുത്തുകൊണ്ട് പോകും, ഞങ്ങൾക്ക് വെള്ളം കുടിക്കണം. ഈ ബോഡി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ബോഡി കൊണ്ടുപോകുന്നവരുടെ പുറകെ പാത്രത്തിൽ വെള്ളമെടുത്ത് റോഡിൽ ഒഴിച്ച് അതിൻ്റെ അശുദ്ധി മാറ്റിയിട്ട് ഈ വീടുകളിൽ തീ കത്തിക്കുകയോ വെള്ളം കുടിക്കുകയുള്ളൂ. ഇത്ര തീവ്രമായ ഒരു പ്രശ്നം, മരണം ഒരു വീട്ടിൽ നടന്നിട്ടും അവരെ ആ ഗ്രാമവാസികൾ ഒറ്റപ്പെടുത്തി. പക്ഷേ ഇന്നുവരെ ആ കുടുംബം വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതും ആ കുടുംബത്തിൽ നിന്ന് ഏതാണ്ട് 2-3 പേർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി എന്നുള്ളതും ഇന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് കാരണമാകുന്ന വസ്തുതയാണ്. ഇന്നവിടെ കൂടിവരവിന് സാധ്യതയില്ല, ഭീഷണികളാണ്. അവിടുത്തെ സഭാപ്രവർത്തനം നിലച്ചുപോയി. എന്നിട്ടും ഇവർ കർത്താവിൽ നിലനിൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്,
പള്ളിഭ്രഷ്ടന്റെ കാര്യ, സമൂഹഭ്രഷ്ട കൽപ്പിക്കുക. അത് ഭയന്ന് പല യഹൂദന്മാരും യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. ഇവർ വിശ്വസിച്ചു വന്നപ്പോൾ ഇവർക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നു. അതാണ് നാം 10-ാം അധ്യായത്തിൽ കാണുന്നത്. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചത് മാത്രമല്ല, നിങ്ങൾ പിന്നെ എന്തും കൂടെ ചെയ്തു. സമ്പത്തുകളുടെ അപഹാരം, ബാക്കി നിങ്ങൾക്കറിയാം, സന്തോഷത്തോടെ സഹിച്ചു. ഇങ്ങനെയെല്ലാം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു യഹൂദ ക്രൈസ്തവ സമൂഹം, യഹൂദ മതത്തിൽ നിന്നും റോമൻ സാമ്രാജ്യത്തിൽ നിന്നും മതത്തിന്റെ ശക്തിയും സാമ്രാജ്യ രാഷ്ട്രീയ ശക്തികളും ഒരുമിച്ച് പീഡിപ്പിച്ച ഒരു സമൂഹം. ഈ പീഡകളുമൊക്കെ ഏറിയപ്പോൾ അതോടൊപ്പം ദുരുപദേശ സംഘങ്ങൾ വേറെ, യേശു രക്ഷിപ്പാൻ പോരാത്തവൻ എന്നൊരു പഠിപ്പീര്. ഈ സംഭവങ്ങളെല്ലാം കൂടെ ഇവരെ ഞെരുക്കിയപ്പോൾ അപ്പോസ്തലൻ അവരെ ധൈര്യപ്പെടുത്തുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. അത് 2-ാമത്തെ അധ്യായത്തിലും പറയുന്നു. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായി യേശു വന്നുവെങ്കിലും, മരിച്ചുവെങ്കിലും, ഇന്ന് യേശുവിനെ നാം തേജസ് അണിഞ്ഞവനായിട്ട് കാണുന്നു എന്ന്. ഏതാണ്ട് 8 ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ 9-ാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. എന്നാൽ അങ്ങനെ ദുഃഖത്തിൽ, നിരാശയിൽ തിരിച്ചു പോയാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഈ യഹൂദരോട്, യഹൂദ ക്രിസ്ത്യാനികളോട് അപ്പോസ്തലൻ പറയുകയാണ്, ഇല്ല, പോകരുത്, പോകരുത്. കാരണം യേശുക്രിസ്തു ശ്രേഷ്ഠനാണ്. ആ ശ്രേഷ്ഠതയിൽ നാമും കൂടെ പങ്കാളികളാകും. അതിനുവേണ്ടിയാണ് മനുഷ്യരെ കുറിച്ച് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെപ്പറ്റി പറയുന്ന ഈ ഭാഗത്ത് നമ്മളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. The reason why the apostle was speaking about man, simple human being, what was divine original plan for man, and even what is next. Leave what happened to him. There is a divine remedy through a redeemer, a kinsman redeemer, a goel. And there is a superior possibility for this fallen man, even through Jesus Christ, to be above these angels. ഇവിടെ മനുഷ്യരെ കുറിച്ച് 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുവാൻ കാരണം, ഇങ്ങനെ മനസ്സ് മടുത്തിരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളോട് പറയുകയാണ്, നോക്കൂ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം, പദ്ധതി എന്തായിരുന്നു? തേജസ്സും ബഹുമാനവും അണിഞ്ഞവരായി നിങ്ങളിരിക്കുക, അല്ല, നമ്മൾ ഇരിക്കുക. സകലത്തെയും അതിനുവേണ്ടി സ്രഷ്ടാവ് നമ്മുടെ കാൽ കീഴാക്കി തന്നു. ഇവയുടെ മേലൊക്കെ വാഴുക എന്ന കൽപ്പന നമുക്ക് നൽകി. അപ്പൊ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി, ഈ ദൈവത്തിൽ നിന്നും നിങ്ങൾ മാറിപ്പോകരുത്.
ഇന്ന് വീഴ്ച ഭവിച്ചിരിക്കുന്നു. ഇന്ന് സകലവും നമുക്ക് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. മനുഷ്യന് എല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നില്ല. അതിൽ നിരാശപ്പെടേണ്ട. ഇനിയും ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത പുരുഷൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മുടെ ബന്ധുവായ, നമ്മുടെ ചാർച്ചക്കാരനായ യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിനെ നമുക്ക് ലേവിയ 25-ാം അധ്യായം അനുസരിച്ചും രൂത്തിന്റെ പുസ്തകം അനുസരിച്ചും ഒക്കെ വിളിക്കാൻ പറ്റുന്നൊരു പേരാണ് ചാർച്ചക്കാരൻ. നമ്മുടെ ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരൻ, അടുത്ത ചാർച്ചക്കാരൻ, കിൻസ്മാൻ റെഡീമർ. കിൻസ്മാൻ റെഡീമർ. Who can redeem a lost person, a lost field? The nearest relative of the loser or the lost. നഷ്ടം സംഭവിച്ച, നഷ്ടപ്പെട്ടയാളിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനാണ്, ചാർച്ചക്കാരനാണ് വീണ്ടെടുക്കുവാൻ അധികാരം. അങ്ങനെയാണ് യേശുക്രിസ്തു നമ്മുടെ അടുത്ത ചാർച്ചക്കാരനായിട്ട് വന്നത്. അല്ലെങ്കിൽ കരയിലെ ഏറ്റവും വലിയ ജീവിയെപ്പോലെയോ, സമുദ്രത്തിലെ ഏറ്റവും വലിയ ജീവിയെപ്പോലെയോ, കാട്ടിലെ രാജാവിനെ പോലെയോ ഒക്കെ ഇങ്ങ് വന്നേനെ. പക്ഷേ യേശു വന്നത് ആരെ വീണ്ടെടുക്കാനാണോ, ആരുടെ നഷ്ടം നികത്താനാണോ, അവൻ്റെ അടുത്ത ചാർച്ചക്കാരനായിട്ടാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം പഠിച്ചപ്പോൾ ഈ കാര്യം വിശദമായിട്ട് കണ്ടതാണല്ലോ. സ്തോത്രം. മനുഷ്യനാണ് പാപം നിമിത്തം നഷ്ടമുണ്ടായത്. അതുകൊണ്ട് ആ മനുഷ്യന്റെ അടുത്ത ചാർച്ചക്കാരനായി മാനുഷവേഷത്തിൽ നമ്മുടെ യേശുക്രിസ്തു ലോകത്തിൽ വന്നു. അക്കാര്യമാണ് ഇവിടെ വിശദീകരിച്ചു പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു സാധ്യതയുണ്ട്. എന്ത്? നഷ്ടപ്പെട്ടതെല്ലാം അനേകം മടങ്ങായി ഏറ്റവും ശ്രേഷ്ഠമായി തിരികെ പ്രാപിക്കുക. സ്തോത്രം. അത് ഈ 2-ാം അധ്യായം മുതലേ അപ്പോസ്തലൻ ഈ വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. അതിൽ ഈ ഉപദേശ വിഷയങ്ങൾ പ്രസ്താവിക്കുന്ന ഏതാണ്ട് അവസാനത്തെ അധ്യായമായ 10-ാമത്തെ അധ്യായത്തിലേക്ക്, ഉപദേശ വിഷയങ്ങളെ പ്രസ്താവിക്കുന്ന അവസാനത്തെ അധ്യായമായ 10-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ 32 മുതൽ വിശേഷിച്ച് 34 മുതൽക്കുള്ള വാക്യങ്ങൾ പറയുന്നു, നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. സ്തോത്രം. അത് 2-ാം അധ്യായം 5-ാം വാക്യം മുതൽ പറഞ്ഞു വരികയപ്പോൾ അപ്പോസ്തലൻ അതിൻ്റെ ക്ലൈമാക്സ് ആണ്, അതിൻ്റെ ഉച്ചകോടിയാണ് 10-ാം അധ്യായത്തിൽ അവസാന വാക്യങ്ങളിൽ പറയുന്നത്. 32 തൊട്ട് 39 വരെയാ. അക്കൂട്ടത്തിലാണ് പറയുന്നത്, നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. പടിവാതിലിൽ കൊണ്ടുവന്ന് കലമുടയ്ക്കരുത്. വർഗീസപ്പച്ചന്റെ പാട്ടനുസരിച്ച് പറഞ്ഞാൽ, പോർക്കള മുൻപിൽ പിന്മാറരുത്, പടിവാതിലിൽ ഇനി തളരരുത്. യാഹേ നീ എൻ ദൈവം എന്ന പാട്ടിലെ സ്റ്റാൻസായാണ് നമുക്കറിയാമല്ലോ. സ്തോത്രം. എബ്രായർ 11 നമ്മൾ വായിക്കുന്നത് പോലെ ഈ ലോകം നമുക്ക് യോഗ്യമല്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നിങ്ങൾ കണ്ണ് പതിപ്പിക്കേണ്ട എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിലൂടെയുള്ള സാധ്യതയാണ് അവിടെ പറയുന്നത്. ഇത് പറഞ്ഞ് പീഡ അനുഭവിക്കുന്ന ദൈവജനത്തെ ആശ്വസിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു.
നിങ്ങൾ അനുഭവിക്കുന്ന പീഡയ്ക്ക് തക്കതായ പ്രതിഫലം ലഭിക്കും. സ്തോത്രം. So these Jewish Christians were going through many troubles and persecutions. Now they are in confusion too, whether it is worth suffering or not. The apostle encouraging them, it is worth. It is worth suffering. Your suffering, your faith, all these are worth receiving a greater glory. It is according to the eternal purpose of God. And therefore, do not lose your heart. Go on. Press on. സ്തോത്രം. ഇതാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അപ്പോൾ 5 മുതലുള്ള വാക്യങ്ങളുടെ ഒരു രൂപം നമുക്ക് കിട്ടിക്കാണുമായിരിക്കുമല്ലോ. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടോ? അപ്പോൾ 5-ാം വാക്യവും നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് കണ്ടു. ചോദ്യങ്ങൾ ഇല്ല എങ്കിൽ മുൻപോട്ട് പോവുകയാണ്. 6-ാമത്തെ വാക്യം. അപ്പോൾ 5 മുതൽക്കുള്ള വാക്യങ്ങളുടെ ഒരു പശ്ചാത്തലവും നാം കണ്ടു. 5-ാം വാക്യത്തിൻ്റെ വിശദീകരണവും നമ്മൾ കണ്ടു. ഓരോ പദങ്ങളും നാം എടുത്ത് പഠിക്കുകയുണ്ടായി. ഇനി 6-ാമത്തെ വാക്യം. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? സ്തോത്രം. Here God is remembering man. സ്തോത്രം. മനുഷ്യനെ നീ ഓർക്കുവാൻ, മർത്യനെ അല്ലെങ്കിൽ മനുഷ്യപുത്രനെ സന്ദർശിക്കുവാൻ അവൻ എന്തുമാത്രം. Two things the apostle wants to establish. Two paradoxical things. One, the nothingness of man, and also on the opposite, on contrast, the greatness of man. Nothingness and the greatness. മനുഷ്യൻ അവൻ്റെ രണ്ട് ഒരുപക്ഷെ വൈരുദ്ധ്യാത്മകമായ കാര്യങ്ങൾ, വൈപരീത്യമായി നമുക്ക് തോന്നാവുന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, അവൻ എന്ത്? മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? അവന്റെ നിസ്സാരത്വം. അവനൊന്നുമില്ല. 8-ാം സങ്കീർത്തനത്തിൽ ഈ ഭാഗങ്ങൾ പറയുന്നിടത്ത് ഭക്തൻ പറയുന്നുണ്ട്, ഞങ്ങൾ മനുഷ്യർ പൊടിയെന്ന് അവൻ ഓർക്കുന്നു, നീ ഓർക്കണമേ. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു മനുഷ്യൻ പൊടിയാണെന്ന്. ഊതിയാൽ പറക്കുന്ന പൊടി.
സ്തോത്രം. ഇപ്പം രൂപം ഒരൽപ്പം മാറി ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മൾ പൊടിയാ. നമ്മൾ പൊടിയിലേക്ക് തിരികെ ചേരും, തിരികെ ചേരേണ്ടവരാണ്. സ്തോത്രം. നമ്മുടെ നിസ്സാരത്വത്തെ കുറിച്ച് പറയുന്നു. എന്നിട്ട് അതിന് നേരെ വിപരീതമായിട്ട് പറയുന്നു, ഇത്ര നിസ്സാരനായ മനുഷ്യനെ പക്ഷേ ദൈവം ഓർക്കുന്നു. അവിടെ നാം കാണുന്നത് മനുഷ്യന്റെ മറുഭാഗം, ശ്രേഷ്ഠതയാണ്. സ്തോത്രം. മനുഷ്യന്റെ ശ്രേഷ്ഠത. ദൈവം നമ്മെ ഓർക്കത്തക്കതുപോലെ നമ്മൾ എന്തെങ്കിലും ആണോ? അല്ല. നമ്മൾ മൂലരൂപേണ എന്തായിരുന്നു? വെറും പൊടി, വെറും പൊടി. എന്നാൽ ദൈവമോ, അതിൻ്റെ മറുഭാഗം, നമുക്ക് വർണ്ണിപ്പാൻ കഴിയാത്തത്ര മഹത്വ സമ്പൂർണൻ, തേജോമയൻ, അനാദിയായും ശാശ്വതമായുമുള്ളവൻ, സ്വയം സ്ഥിതൻ, സെൽഫ് എക്സിസ്റ്റന്റ്, ഇമ്മോർട്ടൽ. സ്തോത്രം. ഇൻകറപ്റ്റിബിൾ, ഗ്ലോറിയസ്, ഇമ്മ്യൂട്ടബിൾ. ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ അക്ഷയൻ, തേജോമയൻ, അമർത്യൻ, അദ്രവത്വമുള്ളവൻ, സ്വയം സ്ഥിതൻ, സ്വയം പര്യാപ്തൻ. ഇങ്ങനെയുള്ള ഒരു ദൈവമാണ് വെറും പൊടിയായ നമ്മെ ഓർക്കുന്നത്. അങ്ങനെ ഇത്ര വലിയ ഒരു ദൈവം ഇത്ര നിസ്സാരനായ മനുഷ്യനെ ഓർക്കാൻ ഒരു യോഗ്യതയും നമ്മുടെ ഭാഗത്തില്ല. ദൈവത്തിന്റെ ഭാഗത്ത് ഒരു കടപ്പാടുമില്ല. God is not owing anything to remember us. Man is Because insignificant. yes, we are so insignificant. നമ്മുടെ ഭാഗത്ത് ദൈവം നമ്മെ ഓർക്കത്തക്ക യാതൊരു യോഗ്യതകളുമില്ല. ദൈവത്തിൻ്റെ ഭാഗത്ത് നമ്മെ ഓർക്കേണ്ട യാതൊരു കടപ്പാടുകളുമില്ല, ആവശ്യങ്ങളുമില്ല. ബോത്ത്. ഇവിടെയാണ് അവൻ ആർക്കും കടക്കാരനല്ല എന്നതിൻ്റെ ശരിയായ അർത്ഥം. സ്തോത്രം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ ആർക്കും കടക്കാരനല്ല. God doesn't owe anything to anyone. ഇത്ര ശ്രേഷ്ഠനായ സ്രഷ്ടാവായ ദൈവത്തിന് താൻ നിലത്തെ പൊടി കൊണ്ടുണ്ടാക്കിയ മനുഷ്യനെ ഓർക്കത്തക്കതുപോലെ യാതൊരു ബാധ്യതകളും ഇല്ല. എന്നിട്ടും അവൻ നമ്മെ ഓർത്തു. എന്നിട്ടും അവിടുന്ന് നമ്മെ സന്ദർശിച്ചു. അതാണ് ഇവിടെ അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. അത് ഈ മനം മടുത്തിരിക്കുന്ന, മുഷിഞ്ഞിരിക്കുന്ന, ക്ഷീണിച്ചു മടുത്തിരിക്കുന്ന, ക്വിറ്റ് ചെയ്യാൻ മതി എന്നും പറഞ്ഞ് നിർത്തിയിട്ട് പോകാനിരിക്കുന്ന ഈ യഹൂദ ജനതയെ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇത് ഓർത്താൽ നമ്മുടെ ക്ഷീണങ്ങളൊക്കെ മാറും, നമ്മുടെ മടുപ്പുകൾ തീരും. സ്തോത്രം.
നമ്മുടെ മുഷിച്ചിൽ മാറും. ഹല്ലേലൂയ. പരാതികൾ അവിടെ അവസാനിക്കും. ഉന്മേഷം ധരിച്ചവരായി ദൈവത്തിൻ്റെ തിരുമുമ്പാകെ നമ്മൾ മുട്ടുമടക്കും, വീണ് കിടക്കും. അവൻ്റെ പാദങ്ങളിൽ നമ്മുടെ നെറ്റിയും ചുണ്ടും വെച്ച് നാം അവനെ സാഷ്ടാംഗം പ്രണമിക്കും. ഒരു ബാധ്യതയുമില്ലാത്ത ദൈവമേ, ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു പ്രസക്തിയുമില്ലാത്ത എന്നെ ഓർക്കുവാൻ അങ്ങേക്ക് പ്രസാദമായല്ലോ. സ്തോത്രം. നോ റൈറ്റ്സ് ടു ക്ലെയിം, നോ റൈറ്റ്സ് ടു ക്ലെയിം. ഹല്ലേലൂയ. ഒരവകാശവും പറവാനില്ല. അവിടെയാണ് എല്ലാം എല്ലാം ദാനം എന്നതിൻ്റെ ശരിയായ അർത്ഥം. സ്തോത്രം. അത് അല്പം സൗന്ദര്യമോ ആരോഗ്യമോ പണമോ വിദ്യാഭ്യാസമോ അതൊക്കെ ആ ലിസ്റ്റിൽ ഏറ്റവും താഴത്തേതാ. നമ്മെ നാം ആയിരിക്കുന്ന നിലയിൽ അവിടുന്ന് ഓർത്തു. അവിടുത്തേക്ക് നമ്മെ ഓർക്കുവാൻ ഒരാവശ്യവുമില്ലാതിരിക്കെ, ഒരു കടവും ഒരു ബാധ്യതയും ഇല്ലാതിരിക്കെ, അവിടുന്ന് നമ്മെ ഓർക്കത്തക്കവണ്ണം നമ്മിലൊരു പ്രസക്തിയും ഇല്ലാതിരിക്കെ, നമ്മെ ഓർത്തതും നമുക്ക് വേണ്ടി തൻ്റെ ഏറ്റവും വിലപ്പെട്ടത് തന്നതുമൊക്കെയാണ് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുവാൻ നമുക്ക് കാരണമായിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് നമുക്ക് ആ ധ്യാനത്തോടുകൂടെ ഈ ചിന്തകൾ നിർത്താം. നമുക്ക് ഉള്ളു തുറന്ന് കർത്താവിനോട് പറയാം ഈ കാര്യം. അങ്ങനെ ഓർക്കുവാൻ ഞാൻ അപ്രസക്തനായിരിക്കെ, അങ്ങനെ ഓർക്കുവാൻ അങ്ങേക്കൊരു കടപ്പാടും ഇല്ലാതിരിക്കെ, എന്നോട് കാണിച്ച അങ്ങയുടെ കരുണയുടെ ആധിക്യത്തിനായി എന്നെ ഓർത്തതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിൻ്റെ തെളിവായി അങ്ങയുടെ ഏകജാതനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞതിനായി സ്തോത്രം. പ്രൈസ് ഗോഡ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് പൂർണ്ണമായും ഏൽപ്പിക്കാം. ബാക്കി ഭാഗം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ഇന്ത്യൻ ടൈം 6:45 ധ്യാനിക്കാം. അതുവരേക്കും മാറാനാഥ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.